ഹലോ, വേണ്ട വേണ്ട. ഹലോ ഹലോ. ആ പറയൂ. ലിയാഖത്തല്ലേ? അതെ. ആ, ഞാൻ സുധീഷ് എന്നാണ് എൻ്റെ പേര്. ആ പാലക്കാട് പട്ടാമ്പിയാണ് എൻ്റെ നാട്. ആ ഞാൻ വിളിച്ചത് എന്താ വെച്ചാൽ ആ ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒരുപാട്, നിങ്ങളുടെയും ആരിഫിന്റെ എല്ലാവരുടെയും വീഡിയോസ്, ജബ്ബാർ മാസ്റ്റർ എസ്പെഷ്യലി ജബ്ബാർ മാസ്റ്ററുടെ ഞാൻ വീഡിയോസ് കേൾക്കാറുണ്ട്, ഉം, എല്ലാം കേൾക്കാറുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളുടെയാണ് കൂടുതലും താല്പര്യം തോന്നിയുള്ള വീഡിയോസ്. ഉം. ഞാൻ എന്തിനാ വിളിച്ചതെന്ന് പറഞ്ഞാൽ, ആ. ഇപ്പൊ നമ്മള് നിങ്ങളുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞ, എന്താ ഉദ്ദേശം ശരിക്കും പറഞ്ഞ എന്താ ഉദ്ദേശം? ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി, ഇപ്പൊ നമ്മൾ പറയണ പോലെ അല്ലല്ലോ ഈ മതത്തെ കുറിച്ച് പുറത്ത് ആൾക്കാർ പറയണത്. ആ മതത്തിനെ കുറിച്ചുള്ള വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെ അറിയിക്കുക. എന്തിനാ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ ആൾക്കാരൊന്നും. ഇപ്പോഴും പറയുന്നുണ്ട്. ഞാൻ വീഡിയോ റിയാക്ഷൻസ് മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ, അതിനോടുള്ള റെസ്പോൺസ് വീഡിയോകളാണ് ഞാൻ കൂടുതലായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇപ്പോഴും അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ വയലിൽ എന്ന് പറഞ്ഞ അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ അങ്ങനെ ഇപ്പോഴൊന്നും ഞാൻ ഇവിടെ ഒന്നും കേൾക്കാറില്ല, കാണാറില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. ഇപ്പോഴും ഉണ്ട് അതൊക്കെ വയല്, അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? അതെ അതെ. അപ്പൊ അത് കേൾക്കാൻ ആൾക്കാരും ഉണ്ട് ഇപ്പോഴും? പിന്നെ അത് കേൾക്കാൻ ആളൊക്കെ ഉണ്ട്. ശരി. പിന്നെ എന്താണ് ഇപ്പൊ ഞാൻ എന്താ പറയാ പറയണത്, ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഞാൻ നായരാണ്. നായരെന്ന് പറഞ്ഞാൽ ഹിന്ദു ആണ് ഞാൻ. ജാതി ഇതിൽ പറഞ്ഞതല്ല, ഞാൻ നായരാണ് പറഞ്ഞെന്ന് മാത്രം. പിന്നെ അപ്പൊ നമ്മൾക്ക് അങ്ങനെയൊന്നും ഇപ്പോ ഒരു നമ്മള് നിങ്ങളുടെ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോ നമ്മുടെ ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു, ഞാനിപ്പോ എന്താ പറയാ നിങ്ങളോട്, എനിക്ക് ബുദ്ധിമുട്ടാണ്. അതായത് ഇങ്ങനെ ജാള്യതയുണ്ട്. അപ്പൊ അതായത് അവർക്കും ഇങ്ങനെ കുറെ ഇത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അപ്പൊ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് ഇതല്ലല്ലോ ലക്ഷ്യം, ഇതല്ലല്ലോ, അല്ല നമ്മുടെ മാർഗം ഇതല്ലോ വേണ്ടെന്നുള്ളൊരു മാർഗം. അതായത് ഈ മതം മാത്രമാണ് ശരിയെന്നും വേറെയുള്ള മതങ്ങളൊന്നും ശരിയല്ല എന്നും, ഈ മതത്തിൽ നിന്ന് ഒരാള് വിശ്വാസം നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള വിശ്വാസത്തിലേക്ക് മാറിപ്പോയാലോ പോലെ അവർക്ക് ജീവിക്കാൻ പോലും അർഹതല്ല എന്നൊക്കെ കുട്ടികളെ പഠിപ്പിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഐഡിയോളജി ഇവിടെ പ്രചാരത്തിലിരിക്കുമ്പോൾ അങ്ങനെയൊന്നും പഠിപ്പിക്കണില്ല എന്നാണല്ലോ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കണത്. കാരണം അങ്ങനെയൊന്നും പഠിപ്പിക്കണില്ല എന്നാ പറയണത് ഇപ്പോഴൊന്നും. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പഠിപ്പിക്കുന്നുണ്ട്, മദ്രസയിൽ പോലും ഉണ്ട്, ഗ്രന്ഥങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. പഠിപ്പിക്കണില്ല എന്നാണ് പറയണത്. എന്റെ കയ്യിൽ പുസ്തകങ്ങളുണ്ടല്ലോ, 12ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് മദ്രസയിൽ. ഇപ്പോഴും ഇങ്ങനെ മദ്രസയിൽ കൊല്ലണം എന്ന് ഇപ്പോഴും പഠിപ്പിക്കുന്നു. എനിക്കറിയില്ല, അത് ഞാൻ എന്റെ കൂട്ടുകാരോട് ചോദിച്ചാൽ അവരാരും പറയണില്ല ഇപ്പോഴും മദ്രസയിൽ അങ്ങനെയൊന്നും പഠിപ്പിക്കില്ല, അത് പണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല എന്നാ പറയണത്. അപ്പൊ അപ്പോഴും പഠിപ്പിക്കും, ഈ കൊല്ലവും പഠിപ്പിക്കും. ഈ കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ പുസ്തകം ഞാൻ വാങ്ങിയിട്ടില്ല. ഇത് പിന്നെ മതമല്ലേ, മതം ഇപ്പൊ ഇനി പുസ്തകത്തിലുണ്ടോ ഇല്ല എന്നുള്ളതല്ലല്ലോ. ഒരു ഐഡിയോളജി ഇവിടെ ദഅവത്ത് നടക്കുന്നുണ്ട്, മതത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നുണ്ട്, മതം ഭയങ്കര സംഭവമാണ് എന്നുള്ള വിശ്വാസം നിലവിലുണ്ട്, അതനുസരിച്ച് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മള് പ്രചാരത്തിലുള്ള ഒരു ഐഡിയോളജിയെ സംബന്ധിച്ച് വിമർശനാത്മകമായിട്ടുള്ള വായനയിൽ എന്തിലപ്പോ ബുദ്ധിമുട്ട്? നമ്മൾ വിമർശിക്കുന്ന കാര്യങ്ങൾ ശരിയായ അല്ല, അവര് വിഷമിക്കേണ്ട കാര്യമില്ല. അല്ല, വിമർശിച്ചോളൂ, എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, അതൊക്കെ ഓക്കെ. ഇപ്പൊ എന്നോട് ഞാനൊരു ഫംഗ്ഷനിൽ എന്റെ ഒരു കൂട്ടായ്മ ഉണ്ട് ഞങ്ങളുടെ, അപ്പൊ അതിലൊരു ഫംഗ്ഷനിൽ പോയപ്പോ എന്നോട് 3 ചോദ്യങ്ങൾ, കൂടുതലും മുസ്ലിങ്ങളുടെ ഒരു ഏരിയയിൽ കൂട്ടായ്മയില് ഇസ്ലാം മതത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിച്ചു. പിന്നെ ഇസ്ലാം മതവും മറ്റു മതങ്ങളും തമ്മിലുള്ള എന്താ അഭിപ്രായം ചോദിച്ചു. പിന്നെ ഇസ്ലാം വിമർശകരെ പറ്റിയിട്ട് എന്താ അഭിപ്രായം ചോദിച്ചു. 3 കാര്യത്തിന് എനിക്ക് ഉത്തരം മുട്ടി ശരിക്കും പറഞ്ഞ. ഇതൊരു കോൺട്രവേഴ്സിയാണ് ശരിക്കും. നിങ്ങളോട് ചോദിച്ചതാരാ? അല്ല, അത് ആ ഫംഗ്ഷനില് എന്നോട് ഇതിന് ഉത്തരം പറയാനാ പറഞ്ഞത്. അല്ല, ഇത് ആരുടെ ഫംഗ്ഷൻ ആയിരുന്നു, എന്ത് ഫംഗ്ഷൻ ആയിരുന്നു? അല്ല, അത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്, ഞങ്ങളുടെ ഒരു, അത് ഞാൻ പറയുന്നില്ല, അത് അതിന്റെ ഡീറ്റെയിൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ നമ്മൾ എന്ത് കൂട്ടായ്മയിലാണ് ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണല്ലോ മറുപടി. ആണോ? അപ്പോ ഇത് എന്റെ കൂട്ടുകാരുടെ ഇടയിലുള്ള ഒരു കൂട്ടായ്മയാണ്. അത് ഞാന്, അതായത് മുസ്ലിങ്ങളാണ്. നിങ്ങളോട് ചോദ്യം ഉന്നയിച്ച ആളൊരു മുസ്ലിം വിശ്വാസിയായിരുന്നു? മുസ്ലിങ്ങളാണ്, പിന്നെ കൂടുതലും എല്ലാവരും മുസ്ലിങ്ങൾ തന്നെയാണ്. അതിൽ ഞാനും ഒരു 50 പേരുണ്ടെങ്കിൽ ഒരു
ഒരു 10 പേരാണ് ഹിന്ദുക്കൾ മാത്രം. എന്തിനാണ് അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഈ മതത്തിനെ കുറിച്ച് അത് ഞങ്ങളുടെ ഒരു സംഘടന, ചെറിയൊരു സംഘടനയുടെ കൂട്ടായ്മയാണ്. അത് ഞാൻ പിന്നീട് പേഴ്സണലി മതവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കണേ? അല്ല, അതെന്തിനാ അറിയോ, പേഴ്സണലി എനിക്ക് പറയാൻ പറ്റും. എനിക്കിങ്ങനെ ഇതിപ്പോ എന്തായാലും യൂട്യൂബിൽ നിങ്ങൾ ഇടിച്ചാൽ പിന്നെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണത്. ആ സംഘടനയുടെ പേരും അല്ലെങ്കിൽ സംഘടനയുടെ പേര് പറയണ്ട. ഞാൻ ചോദിക്കുന്നത് ആ ചോദ്യത്തിന്റെ ഇന്റൻഷൻ എന്താണ്? അതായത് ഇപ്പൊ നിങ്ങളൊരു കൂട്ടായ്മ, പല ജാതിയിലുള്ള ഒരു കൂട്ടായ്മ, ആ മതത്തിലുള്ള കൂട്ടായ്മയില് ഒരു പൊതു കാര്യത്തിനായിരിക്കുമല്ലോ ഒരു കൂട്ടായ്മ ഉണ്ട്. അപ്പം ഒരു മതകാര്യത്തിന് ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കൂലല്ലോ. ശരി, ഞാൻ ഒരു പൊതു കൂട്ടായ്മക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയില് അതിലൊരു വിഭാഗത്തിന്റെ മതത്തെ കുറിച്ച് ഞാൻ പറയാം. ഒരു മിനിറ്റ് ഞാൻ പറയാം. അവരുടെ ഇന്റൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം മതത്തിനെ വിമർശിക്കണ ഒരുപാട് പേര് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരുണ്ട്. എല്ലാവരും കാണുന്നു, നമ്മുടെ നാട്ടിലും ഒരുപാട് പേര് കാണുന്നു. അങ്ങനെ ഒരുപാട് ഇതുണ്ട്, പ്രചരണം ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ നിങ്ങളുടെ വീഡിയോ, ആരിഫിന്റെ വീഡിയോ, അതായത് ജബ്ബാർ മാസ്റ്ററുടെ ഞാൻ ഖുറാൻ ക്ലാസ് ഒരുപാട്, ജബ്ബാർ മാസ്റ്ററുടെ വീഡിയോ, മറ്റേ എല്ലാവരുടെ ഒരുപാട് വിമർശകരുടെ ഒരുപാട് വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇതിന് എന്താണ് ഇപ്പൊ ഒരു പോംവഴിന്നോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഞാൻ പിന്നെ പേഴ്സണലി ഞാൻ പറഞ്ഞ പോരെ ഇതിനെ കുറിച്ച് മതി. ഇനി ഞാൻ പറയാം, ഈ ചോദ്യങ്ങൾക്ക് വരാം. എന്താണ് ചോദ്യങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ ഇസ്ലാം മതത്തിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, പിന്നെ എങ്ങനെയാണ് ഇസ്ലാം മതം മറ്റു മതസ്ഥരെ ആയിട്ട് ബന്ധപ്പെടുന്നത്, പിന്നെ ഇസ്ലാം വിമർശകരെ നിങ്ങൾ എങ്ങനെ കാണുന്നു, ഈ 3 ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ ഈ 3 ചോദ്യത്തിനും എനിക്ക് ഉത്തരമുണ്ട്. ശരിക്കും എന്റെ കറക്റ്റ് എനിക്ക് ഉത്തരമുണ്ട്. പക്ഷെ ഞാൻ കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ പലർക്കും അത് വിഷമവും ഉണ്ടാവും, ഇല്ലേ? ശരിക്കുള്ള ഉത്തരങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഒരു കൂട്ടായ്മയിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നത്, നിങ്ങള് ശരിക്കുള്ള ഉത്തരം പറഞ്ഞാല് അവർക്ക് വിഷമം ഉണ്ടാവണം എന്തിനാ? അല്ല, അങ്ങനെയല്ല. പക്ഷെ അത് എന്റെ കൂട്ടുകാരല്ലേ, അവര് ചോദിക്കുന്നത് സത്യം അറിയാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ നിങ്ങളുടെ ശരിക്കുള്ള ചിന്ത അറിയാൻ അല്ല, ഞാൻ പറഞ്ഞു അതല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ വിഷമം ഉണ്ടാക്കിയ കാര്യമാണെന്ന് പറഞ്ഞെന്ന് മാത്രം. ഞാൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. പിന്നെ പേഴ്സണലി ഇല്ല ഞാൻ പറയാം. ഞാൻ അതിന്റെ ഉത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇസ്ലാം മതത്തിനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. ഞാൻ ഇതിനെക്കുറിച്ച് കുറെ ഞാൻ പഠിച്ചിട്ടില്ല, ഖുറാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ജബ്ബാർ മാസ്റ്ററുടെ ഖുറാൻ ക്ലാസ് ഒരുപാട് കൊല്ലങ്ങളായി, ഒരു 2-3 വർഷമായിട്ട് ഞാൻ കേൾക്കുന്നു. ഞാൻ ഗൾഫിലുണ്ടായിരുന്നു, ഞാൻ ദുബായിലുണ്ടായിരുന്നു, പിന്നെ ഖത്തറിലുണ്ടായിരുന്നു, ഇപ്പൊ നാട്ടിലാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ഖുറാൻ അങ്ങനെ ജബ്ബാർ മാസ്റ്ററുടെ ഇതെന്നാണ് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് അറിയാം. പിന്നെ ഞാൻ ഇതിന് ചരിത്ര പുസ്തകങ്ങൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും എല്ലാം യൂട്യൂബിൽ കിട്ടൂലോ. അപ്പൊ എല്ലാം അതൊക്കെ എനിക്കറിയാം ഇതിനെക്കുറിച്ച് എല്ലാം. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി പറഞ്ഞത് എന്താണെന്ന് പറയണോ? പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു ഇസ്ലാം മതം, ഏത് മതം, എല്ലാ മതവും സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത്. അല്ലെങ്കിൽ ഇപ്പൊ ദൈവം ഒരു പേഴ്സണലി വേറൊരാൾ ചോദ്യം ചോദിച്ചത് ഞാൻ പറയാം. ഒരാള് പേഴ്സണലി ഇതിന്റെ സംഘടനയിൽ ഒരാള് എന്നോട് പേഴ്സണലി ചോദിച്ചു, ദൈവം എന്താണ്, അല്ലെങ്കിൽ ദൈവത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ചോദിച്ചു. അതിന് ഞാൻ ലാസ്റ്റ് പറയാട്ടോ. ഇത് ഞാൻ പറയാം. ഇതിന്റെ ചോദ്യം എന്തായാലും ഒരു വഹാബി ഒരു സലഫി ചോദിക്കോളൂ. അല്ല, പറയണമെന്നില്ല, ഈ 2 സംഘടനകളിലെ ഒരാള് ചോദിക്കുള്ളൂ. അത് ഞാൻ പിന്നെ പറയാം, അത് ലാസ്റ്റ് ഞാൻ പറയാം. അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇസ്ലാം മതത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം ഞാൻ പറഞ്ഞു. എല്ലാ മതങ്ങളും നമ്മള് ഔപചാരികമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഏതൊരു മതം അല്ലെങ്കിൽ ഏതൊരു വിശ്വാസിയും മറ്റൊരു മതത്തിനെ തള്ളി പറയണത് ശരിയല്ലല്ലോ. ഇല്ലല്ലോ, അല്ലല്ലോ, അല്ല. അപ്പൊ നമ്മുടെ മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ശരിയല്ല. ഒരു ദൈവവിശ്വാസി മറ്റൊരു മതത്തെ കുറ്റം പറയുന്നത് ശരിയല്ല. അല്ലെങ്കിൽ ഒരു ദൈവം നേരിട്ട് വന്ന് പറയണം, ഞാനാണ് ശരി, അല്ലെങ്കിൽ എന്റെ പേരിട്ട് വിളിക്കണം എന്ന് പറയണം. അല്ലേ? ഇപ്പോ നമ്മുടെ ഇപ്പൊ അള്ളാഹു ആണ് അല്ലെങ്കിൽ ജീസസ് ക്രിസ്റ്റ് ആണ്, ഞാനാണ് ശരി പറഞ്ഞിട്ട് അവര് ആരും നേരിട്ട് വന്നിട്ട് പറഞ്ഞിട്ടില്ല ഞാനാണ് ശരി എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ പരമശിവനാണ്, ഇപ്പൊ നമ്മുടെ കൺസെപ്റ്റില് ഏറ്റവും മഹാശക്തി പറഞ്ഞത് പരമശിവനാണ്, മഹാദേവൻ. അപ്പൊ ആ ദേവനും വന്നിട്ട് പറഞ്ഞിട്ടില്ല ഞാനാണ് ശരി, എന്റെ പേരിട്ട് മാത്രമാണ് നിങ്ങൾ പൂജിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അല്ലല്ലോ. അപ്പോ നമ്മുടെ കൺസെപ്റ്റ് ക്രിസ്ത്യാനിറ്റിയിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഹിന്ദു മതത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇത് ഹിന്ദു മതം എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഹിന്ദു മതം എന്ന് പറയുന്നില്ല. പക്ഷെ സനാതനം ഒരു ധർമ്മം എന്ന് പറയണ അങ്ങനെ പോലെയാണ്. പക്ഷെ ഞങ്ങളുടെ ഇതില് പറഞ്ഞത്
എല്ലാം ഏത് അള്ളാഹു ആണെങ്കിലും ജീസസ് ക്രിസ്റ്റ് ആണെങ്കിലും ഏത് ഇതിനാണെങ്കിലും നമ്മൾ പൂജിച്ചാൽ ആ ഒരു പരമശക്തിനെ പൂജിച്ചാൽ ആ ശക്തിയിലേക്ക് എത്തും എന്നേ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഒരു സോപ്പും പെട്ടി എടുത്ത് പൂജിച്ചാലും അല്ലെങ്കിൽ ഒരു പെൻസിൽ എടുത്ത് പൂജിച്ചാലും ആ പരമശക്തിനെ വിചാരിച്ച് പൂജിച്ചാലും ആ പരമശക്തിയിൽ എത്തും അങ്ങനെ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഇന്ന പേരിട്ട് വിളിക്കണം അങ്ങനെ ഒരു ദൈവം വന്ന് പറഞ്ഞിട്ടില്ലല്ലോ നമ്മളോട് ഇതുവരെയായിട്ട്, ഇല്ലല്ലോ. അപ്പൊ അതാണ് എന്റെ ഒരു കൺസെപ്റ്റ് ദൈവത്തിനെ കുറിച്ച് എന്നുള്ളത്. അപ്പൊ ഞാൻ പറയാം അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നെ ഇസ്ലാം മതം മറ്റു മതങ്ങളും തമ്മിലുള്ള എന്താണ് ബന്ധം ചോദിച്ചു. അല്ല എങ്ങനെ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഹിന്ദു മതം ഏത് മതമായിട്ടും ഒരു കുഴപ്പമില്ലാതെ ഏത് മതത്തിനും എല്ലാ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ, ഇവിടെ അനുഭവിക്കാം, അവർക്ക് ആരാധിക്കാം. അങ്ങനെയാണ് ഹിന്ദു മതത്തിന്റെ കൺസെപ്റ്റ്. ഞാൻ ജീവിച്ചനുഭവിക്കണതാണത്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാൻ അമ്പലത്തിൽ പോയാലും പോയില്ലെങ്കിലും ആരും എന്നോട് ചോദിക്കാനും വരില്ല, ഒന്നുമില്ല. എനിക്ക് പോണം തോന്നിയാൽ പോവുകയും ചെയ്യും, പോയില്ലെങ്കിൽ പോയില്ല. അങ്ങനെയുള്ള ഒരു ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. എനിക്ക് തോന്നിയാൽ പോവും. എനിക്കിന്ന് അമ്പലത്തിൽ പോകണം അങ്ങനെ ഒരു ചിന്താഗതി വന്നു, അപ്പൊ ഞാൻ കുളിച്ച് അങ്ങനെ പോകുന്നു. അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അല്ലാണ്ട് ഇപ്പൊ പക്ഷെ മുസ്ലിം മതത്തിൽ അങ്ങനെ ഇല്ല എന്നുള്ള ഒരു ഇത്. അതായത് വെള്ളിയാഴ്ച ജുമയ്ക്ക് പോയില്ലെങ്കിൽ, അതായത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പോകണമെന്നുള്ളത് എന്റെ കൂട്ടുകാരുണ്ട് ഒരുപാട്, എനിക്കറിയാം. അപ്പൊ കാണിക്കാൻ വേണ്ടി പോകണു എന്നുള്ള അങ്ങനെ ഒരു കൺസെപ്റ്റാണ് അവരുടെ. പിന്നെ ക്രിസ്ത്യാനികളുടെ എനിക്ക് അത്ര പരിചയമില്ല ഇവിടെ, കാരണം ക്രിസ്ത്യാനികൾ അധികമില്ല. പക്ഷെ എന്നാലും കുർബാനയ്ക്കൊക്കെ പേരിന് വേണ്ടി പോണു. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ മറ്റു മതങ്ങളെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇസ്ലാം മതത്തില് മറ്റു മതങ്ങളൊന്നും അവരുടെ, ഞാൻ ഖുറാൻ വായിച്ചുകൊണ്ട് പറയാണ്, മറ്റു മതങ്ങളെ ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല, ഒരു മതത്തിനെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇസ്ലാം മതത്തിന്റെ കൺസെപ്റ്റ്. പിന്നെ അതേപോലെ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ഇല്ല. പക്ഷെ എന്നാലും അവരുടേത് എല്ലാരെയും അവരുടെ ഇതിലേക്ക് വരണം എന്ന് പറയണു. അല്ലാണ്ട് മറ്റൊന്നും തെറ്റാണെന്ന് അവര് പറയുന്നില്ല. പക്ഷെ എല്ലാവരും അവരുടെ അവർക്കും അതേ കാഴ്ചപ്പാടുണ്ട്. മോക്ഷത്തിലേക്കുള്ള ഏകപാത, ഏകമാർഗം ക്രിസ്തു അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ബൈബിള് കൂടുതൽ വായിച്ചില്ലേ, കുറച്ചേ വായിച്ചുള്ളൂ. അവരുടെ വിശ്വാസം പറയുന്നുണ്ടോ? അതൊരു പാസ്റ്റർ പണ്ട് പ്രസംഗിച്ച് കേട്ടില്ലേ, വെള്ളയെ വരണമെന്ന്. അവരുടെ ഇതിലേക്ക് വന്നാൽ മാത്രമേ മോക്ഷം കിട്ടുന്നു പറയുന്നത്, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അത് ബൈബിള് ഞാൻ കൂടുതൽ, പക്ഷെ ഞാൻ ഖുറാൻ ഒരുപാട് ചോദിച്ച ആള് മുസ്ലിം ആയിരുന്നല്ലോ, അപ്പൊ ആ കാലത്ത് അപ്പൊ ഞാൻ അതും പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ചോദിച്ച കാര്യം എന്താ വെച്ചാ, ഇസ്ലാം മതത്തിനെ വിമർശിക്കുന്ന ആൾക്കാരെ കുറിച്ച്, അതായത് അവരെ എസ്പെഷ്യലി ചോദിച്ചു. എക്സ് മുസ്ലിങ്ങളുണ്ട് ഇപ്പോ, പിന്നെ ഇസ്ലാം മതത്തിനെ വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ നിങ്ങളുടെ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓരോ ആൾക്കാർക്കും ആരും വിമർശിക്കാനുള്ള ഇതുണ്ട്, അനുവാദം ഉണ്ട് ഇവിടെ, അല്ലാതെ ഇപ്പൊ വിമർശിക്കില്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങളെ കുറിച്ച് വിമർശിക്കുകയാണെങ്കിൽ അതിൽ തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് തെരഞ്ഞു പഠിക്കേണ്ടത് നിങ്ങളല്ലേ ചോദിച്ചു ഞാൻ. അപ്പൊ അവർ കുറച്ച് ദേഷ്യപ്പെട്ടു. അങ്ങനെ ദേഷ്യം പറഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടല്ലല്ലോ, അവര് വെറുതെ വിമർശിക്കില്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അവർക്കുള്ള ചെറിയൊരു മറുപടികൾ നിങ്ങൾ കൊടുക്കണ്ടേ, എന്തെങ്കിലും ഇങ്ങനെ ഉസ്താദുമാരോ ആരെങ്കിലും ഒരു മറുപടി കൊടുക്കണ്ടേ പറഞ്ഞു. അപ്പൊ അവർക്ക് പിന്നെ അങ്ങനെ കൂടുതൽ പിന്നെ അവര് സംസാരിച്ചിട്ട് ശരി അതങ്ങനെ സോൾവ് ആയി. പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചില്ല. ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് വിളിച്ചെന്ന് മാത്രം. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. പിന്നെ പറയൂ, പറയാണ്ടോ എന്തെങ്കിലും? അല്ല പറയാണ്ടോ? ഇല്ല, അത് അവിടെ കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിമർശകരെ കുറിച്ച് എനിക്ക് ഇത്രേ പറയുള്ളൂ. എല്ലാവരെയും വിമർശിക്കാനുള്ള അനുവാദമുണ്ട്, നമുക്ക് വിശ്വസിക്കാനുള്ള അനുവാദമുള്ള അതേപോലെ അവർക്ക് വിമർശിക്കാനുള്ള അനുവാദമുണ്ട്. കാരണം ഞാൻ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, അവരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ആരെയും സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ എന്നെ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. നമുക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. അതേപോലെ പ്രചരിപ്പിക്കാനും അവകാശം ഉണ്ടെങ്കിൽ അതിനെ വിമർശിക്കാനുള്ള അവകാശം, വിമർശിക്കാനുള്ള അവകാശം, അതിന്റെ എല്ലാ സത്യാവസ്ഥയും നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്, അതിനെതിരെ ഇടാനുള്ള അവർക്കും അവകാശമുണ്ട്, അല്ലേ? അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. അതെ. അപ്പൊ അതവിടെ കഴിഞ്ഞു. അവര് അതിനെപ്പറ്റി പിന്നെ ഒന്നും ചോദിച്ചില്ല. പിന്നെ എന്നോട് പേഴ്സണലി ചോദിച്ച 2 കാര്യങ്ങളില്ലേ, എന്താണ് ദൈവം എന്നുള്ള എന്റെ കൺസെപ്റ്റ് എന്നുള്ള ചോദിച്ചില്ലേ. അപ്പൊ എന്താണ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ദൈവവിശ്വാസം ഇല്ലല്ലോ? അങ്ങനെ ഇല്ലല്ലോ? ഇല്ല. എനിക്ക് ദൈവവിശ്വാസം ഉണ്ട് ശരിക്കും പറഞ്ഞ.
ഇല്ലാത്തവരായിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. അല്ല അത്ഭുതമൊന്നുമില്ല. ഉണ്ട് ഞാൻ എല്ലാവരും അക്സെപ്റ്റ് പക്ഷെ ഈ ചെയ്യുന്നു. പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ മതവിശ്വാസികൾക്ക് നിങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ. അവരവരുടെ മതത്തിൽ ഞാൻ വിചാരിക്കുന്നത് പോലത്തെ മതവിശ്വാസം വിശ്വാസം. ആരാ പറഞ്ഞു ഞാൻ മതവിശ്വാസം? അല്ല നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ദൈവവിശ്വാസം എന്ന് പറയുന്നത് മതവിശ്വാസവും ദൈവവിശ്വാസവും രണ്ടാണ്. പക്ഷെ അങ്ങനെയാണൊക്കെ പറയുമ്പോഴും പക്ഷെ ഇന്ന് നമുക്ക് വ്യത്യസ്ത മതങ്ങളിലുള്ള ദൈവവിശ്വാസികൾ മാത്രമേ അധികം കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിനാണ് പ്രചാരമുള്ളത്, അതിനാണ് ഇവിടെ പിന്നെ ഇടപെടാൻ കഴിയുന്നത്. അല്ലാതെ എന്തോ ഒരു ശക്തിയുണ്ട്, ആ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ കൊണ്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടില്ല, അവർക്കും വലിയ ബുദ്ധിമുട്ടില്ല. അത് മതങ്ങളെ കൊണ്ടാണ്. അല്ലെങ്കിൽ മതങ്ങൾ തങ്ങളുടെ മതം മറ്റുള്ള മതത്തിനേക്കാളും വലിയ പൊക്കത്തിൽ നിൽക്കണം. നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ പറയണത്, നിങ്ങളുടെ ലക്ഷ്യം എന്താ വെച്ചാൽ മറ്റുള്ള ആർക്കും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. മതവിശ്വാസമുള്ള ദൈവവിശ്വാസമുള്ളതും ഇല്ലാത്തതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ മതത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പൊ നിങ്ങള് ഹിന്ദുമതത്തില് പിന്നെ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയാം, ഏതോ ഒരു പെൺകുട്ടി അവിടെ പിന്നെ അമ്പലക്കുളത്തിൽ കാല് കഴുകി എന്ന് പറഞ്ഞിട്ട് അവിടെ 6 ദിവസത്തെ എന്തോ പുണ്യാഹം തളിക്കല് ഒരു പൂച്ചയും പട്ടിയൊക്കെ അപ്പിടുന്ന കുളത്തില് ഒരു മനുഷ്യൻ കാല് കഴിക്കാല്. ഒരു സെക്കൻഡ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോ ഒരു മുസ്ലിം പെൺകുട്ടി ആ കുളത്തിൽ വന്ന് കുളിച്ചാലൊന്നും ഒന്നും സംഭവിക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യർക്ക് നിൽക്കൂ ഒരു മിനിറ്റ് ഞാൻ പറയണ കേൾക്കൂ. അപ്പോ ഇവിടെ സംഭവിച്ച എന്താ വെച്ചാ, ഇപ്പോ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ആ മുസ്ലിം പെൺകുട്ടിക്ക് കുളിക്കേണ്ടതോ കാല് കഴുകേണ്ടോ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ എന്നുള്ള വേറെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത് ഈ മതങ്ങൾ ഭയങ്കര സഹിഷ്ണുതയാണെന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു മതവും അതിന്റെ വിശ്വാസപരമായ കുറെ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ശബരിമലയില് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ഞാൻ പറയട്ടെ. അതായത് ആചാരപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്, അനുഷ്ഠാനപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഈ ഹിന്ദുമതം, ഈ ഇപ്പം സെമിറ്റിക് മതങ്ങൾ ഏക ദൈവത്തിൽ അധിഷ്ഠിതമായ വിശ്വാസധാരയായതുകൊണ്ട് അവർക്ക് വിശ്വാസത്തിലും ആചാരത്തിലും അവരുടെ ദൈവസങ്കല്പങ്ങളിലും ഒക്കെ ഒരു ഏക സ്വഭാവം ഉണ്ടാവും. അത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഉണ്ട്. അതേ സമയത്ത് ഈ ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്ന സങ്കല്പത്തിൽ, പ്രത്യേകിച്ച് ഈ ഹിന്ദുമതമൊക്കെ ആ കൺസെപ്റ്റിലാണ് വരിക. അതായത് ഒരു ദൈവത്തിന് പലതരം അവതാരങ്ങളും പലതരം പൂജാമൂർത്തികളും പല തരത്തിലുള്ള അപ്പൊ അതാ പറഞ്ഞ. അപ്പൊ അത് വൈവിധ്യങ്ങൾ ഉണ്ടാവുമ്പോ സ്വാഭാവികമായിട്ട് അത് വൈവിധ്യമായിട്ടുള്ള വിശ്വാസവും ആദർശവും ദർശനവും ഒക്കെ കാത്തു സൂക്ഷിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം അത് പരിശുദ്ധാവുകയും അത് ഭയങ്കര സംഭവമാകുന്നില്ല. അതിന്റെ അത് ഞാൻ പറയട്ടെ. പറയട്ടെ, ഞാൻ നിങ്ങൾ പറഞ്ഞ മുഴുവൻ എത്ര നേരം കേൾക്കല്ലേ. അപ്പൊ ഇതിന്റെ ഈ ഒരു പർട്ടിക്കുലർ ആചാരവുമായി ബന്ധപ്പെടുത്തിയിട്ട് മറ്റു ആചാരങ്ങൾ അത് അവിടെ നടക്കുന്നതിന് ഇവര് പരസ്പരം റെസ്പെക്ട് ചെയ്യും, സംശയമൊന്നുമില്ല. പക്ഷെ ഒരു പർട്ടിക്കുലർ ആചാരത്തിന്റെ പരിധിയിലേക്ക് വേറൊരു ആചാരത്തിന്റെ എന്തെങ്കിലും അംശം കയറി വന്നാൽ അപ്പൊ അതിന്റെ ടോളറൻസ് ലെവൽ മാറും. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ശബരിമലയിൽ കയറാൻ പറ്റും, പക്ഷേ ഒരു മിനിറ്റ് ശരി, ഇനി ഞാൻ ഒന്ന് പറയട്ടെ, കുറച്ചൊരു 2 മിനിറ്റ് ഒന്ന് പറയട്ടെ. ഇപ്പോ ഈ പറഞ്ഞ ഗുരുവായൂരിലെ ഓരോ അമ്പലങ്ങളിലും ഓരോ ആചാര രീതികളാണ്. ചില അമ്പലങ്ങളിൽ കാണും അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാന്ന്. അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാന്ന് എഴുതണത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ ഒരു കൺസെപ്റ്റ് എന്താ അറിയോ? ഇപ്പൊ അഹിന്ദുക്കള്, അതായത് ഹിന്ദുക്കളല്ലാത്ത ഒരാള് അതിന്റെ ഉള്ളിൽ എന്തിനാ പോണത്? വിശ്വസിച്ചല്ല പോണത്, അല്ലല്ലോ. അവിടെ എന്താണ് അതിന്റെ ഉള്ളിൽ എന്താണ് നോക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു പരിഹാസത്തിന് വേണ്ടിട്ട്. അപ്പൊ ഇനി അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കലാപം ഉണ്ടാവും. മുസ്ലിം അല്ല ഹിന്ദു അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു മനുഷ്യൻ ഒരു അമ്പലത്തിൽ പോകുന്നത് കലാപം ഉണ്ടാവണം. അത് അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല. ഇപ്പൊ ഒരു ആചാര രീതിയല്ലേ പണ്ട് മുതലേ ഉള്ളതല്ലേ ഇതൊക്കെ, നമ്മളിവിടെ ജീവിക്കണതല്ലേ ഇന്ത്യയിൽ. ഇത് തന്നെയാണ് എല്ലാ മതത്തിന്റെ പ്രശ്നം. ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ വിശാലാർത്ഥത്തിൽ നോക്കുമ്പോ ഹിന്ദു മതത്തില് ഇസ്ലാമിലുണ്ട്. കാരണം എന്താ വെച്ചാൽ മക്കയിലേക്ക് ഇസ്ലാമിലില്ലാന്നല്ല ഞാൻ പറഞ്ഞത്. ഇസ്ലാമിലുള്ളതിനേക്കാളും വിശാലമായ കാഴ്ചപ്പാട് ഹിന്ദു മതത്തിലുണ്ട്. പക്ഷെ ഹിന്ദു മതത്തിൽ അതിന്റെ ഇന്നർ കോറിലേക്ക് ഇറങ്ങി നമ്മൾ ചെന്നിട്ട്, അല്ലെങ്കിൽ ആ മതത്തിന്റെ ഇറങ്ങി ചെല്ലുമ്പോ എന്റെ കൺസെപ്റ്റ് എന്താ അറിയോ? ഇപ്പൊ ഗുരുവായൂരില് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഏത് മനുഷ്യനും കേൾച്ചു. കാരണം ദൈവം എന്ന് പറഞ്ഞ അങ്ങനെയാണ് വിശ്വാസികളിൽ പലരുടെയും വിചാരം. ഇപ്പോ യേശുദാസന്
യേശുദാസിന് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു ഗുരുവായൂർ ദിവസം ഞാൻ കേറ്റാൻ പാടില്ല പോകണം എന്ന് പറഞ്ഞ. ആഗ്രഹമുണ്ട്. പക്ഷെ ആ. കേറൂലല്ലോ. പക്ഷെ ശബരിമലയിൽ എപ്പോഴും പോകാറുണ്ട്, മൂകാംബികയിൽ പോകാറുണ്ട്, എല്ലാ അമ്പലത്തിലും അല്ല പോകാറുണ്ട്. അതൊക്കെ പക്ഷെ ശരിയാണ്. ഗുരുവായൂർ അപ്പൊ ഞാൻ മാത്രം. പറഞ്ഞത് ആ. ഹിന്ദുമതം എന്തോ പവിത്രമായ ഒരു അല്ല, സാധനമൊന്നുമല്ല. അത് അതിനെ മറ്റതുമായിട്ട് ആൾക്കാരുണ്ടാക്കുന്നതാണ്. ഇപ്പോ ഞാൻ എന്റെ പറയട്ടെ, കുട്ടി അതായത് അല്ല ഹിന്ദുമതത്തില് ലിയാഖത്തെ, ഇത് ഇസ്ലാമുമായും ക്രിസ്ത്യാനിറ്റിയുമായും കമ്പയർ ചെയ്യുമ്പോ ഇതില് കുറച്ച് വൈവിധ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അതുണ്ട്, പക്ഷെ ആ വൈവിധ്യങ്ങളുണ്ട് ഒരുപാട്. വൈവിധ്യങ്ങളിലെ അതിനകത്തോട്ട് കയറുമ്പോ ഇപ്പൊ ഒരു പർട്ടിക്കുലർ വിശ്വാസത്തിലേക്കോ ശരിയല്ല, ഒരു പർട്ടിക്കുലർ ശരിക്കും പറഞ്ഞാൽ സാധനത്തിലേക്കോ ശരിയല്ല. ചെല്ലുമ്പോ അപ്പൊ അതിനപ്പുറത്തേക്കുള്ള സഹിഷ്ണുതയില്ല. ഇപ്പൊ ശബരിമലയില് ആർക്ക് വേണേലും കയറാം. പക്ഷെ ശബരിമലയില് പെൺകുട്ടികൾക്ക് കയറാൻ പാടില്ല. അവിടെ വേറൊരു പെൺകുട്ടികൾക്ക് കയറാലോ. എന്റെ മോളും കൂടി പോയി കഴിഞ്ഞ പ്രാവശ്യം. 11 വയസ്സ് 12 വയസ്സിന് മുമ്പാണെങ്കിൽ അല്ലേ? 10 വയസ്സിന് മുന്നേ. അതെ, 10 വയസ്സിന് മുമ്പേ. അപ്പൊ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. നിക്കൂ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ബൈ. നിങ്ങള് യുക്തിവാദിയാണ്, ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ ആചാര രീതികളെ നമ്മൾ ആദരിക്കണം. ഇപ്പൊ മുസ്ലിം മനുഷ്യത്വവിരുദ്ധമായ ആചാര രീതികളെ അനുകരിക്കാൻ പറ്റില്ല. അപ്പൊ മക്കയിലേക്ക് കയറാൻ പാടില്ല എന്ന് പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തില് കുളത്തിൽ കാല് കഴുകി ഒരു പെൺകുട്ടി കാല് കഴുകുമ്പോഴത്തേക്ക് ആ പെൺകുട്ടിക്ക് ഗുരുവായൂർ അമ്പലത്തില് കുളത്തിൽ കഴുകണം എന്ന് എന്താ നിർബന്ധം? കഴുകിയാൽ എന്താണെന്നുള്ള ചോദ്യം രണ്ടാമത്. എന്തിനാ അവിടെ തന്നെ കഴുകണത്? വേറെ എവിടെയും കുളത്തിൽ കഴുകിയാൽ കാക്കയും കിളിയും കൊക്കും കിളിയും കുറുക്കനും പട്ടിയും പൂച്ചയൊക്കെ അവിടെ കാട്ടുന്നുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് അവിടെ തന്നെ കാല് കഴുകേണ്ട ആവശ്യം എന്താ എന്ന് പറയൂ. ആവശ്യം എന്താ? ആ കുട്ടിക്ക് വീട്ടിൽ കാല് കഴിക്കൂടെ, ബാത്റൂമിൽ കാല് കഴിക്കൂടെ? ഇനി അല്ല, വേറെ കാര്യം പറയട്ടെ. അല്ല അതല്ല, ഞാനതിനെ അക്സെപ്റ്റ് ചെയ്യണു. പിന്നെ ഇവിടെ പെണ്ണുങ്ങൾക്ക് ഇവിടെ പള്ളിയിൽ പോകാൻ പാടില്ല. ശരി, പോണ്ട, അവര് വീട്ടിൽ നിസ്കരിക്കട്ടെ, അതിനിപ്പോ എന്താ ഒരു കുഴപ്പമില്ലല്ലോ. അത് നിങ്ങൾ അതായത് ഇപ്പൊ നിങ്ങള് ഇങ്ങനെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. മതമില്ലാത്തവനെ സംബന്ധിച്ച് ഇതെല്ലാം അനാചാരമാണ്, ഇതൊക്കെ മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള പരിപാടിയാണ്. ശരി, നമുക്ക് സമൂഹത്തിൽ ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രല്ലേ പറയണ്ടു. ഇതൊന്നും ആർക്കും ദോഷമുള്ള കാര്യങ്ങളല്ല. ഒരു മനുഷ്യനെ കാല് കഴിക്കേണ്ട കാര്യമാണോ നിങ്ങളുടെ വലിയ ദോഷം? എന്താണ് ഈ അമ്പലത്തിൽ എന്തത്ര തെളിക്കാനുള്ളത് പുണ്യ? അതല്ല, ആ കുട്ടിക്ക് എന്തിനാ അവിടെ കഴിക്കണം? ആ കുട്ടിക്ക് വേറെ എവിടെയെങ്കിലും ബാത്റൂമിൽ കാല് കഴിക്കാൻ പോലെ ഞാൻ ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മതങ്ങളുമായിട്ടുള്ള കമ്പാരിസണിൽ ഹിന്ദുമതം ഇസ്ലാമുമായിട്ടോ സെമിറ്റിക് റിലീജിയൻ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി റിജിഡ് ആയിരിക്കും. ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇസ്ലാം മതം കുറച്ചുകൂടി കൂടുതൽ റിജിഡാണ്. അതിനുമായിട്ട് രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹിന്ദു മതം കുറച്ച് വിശാലാർത്ഥത്തിൽ കുറച്ച് വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട്. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ആ ആചാരം ഉണ്ടാവും. അപ്പൊ അവിടെ തന്നെ ശബരിമലയിൽ പോയിട്ട് പമ്പകുളത്തിൽ പോയിട്ട് മതത്തിന് ഏകദേശം ഒരേ സ്വഭാവമായിരിക്കും. ഞാൻ മതത്തിനെ കുറിച്ച് അങ്ങനെയല്ല പറഞ്ഞത്. എനിക്ക് മതമില്ല, മതത്തിനെ കുറിച്ചല്ല ഞാൻ വന്നത്. ആ കുട്ടിയുടെ കാര്യമുള്ളത് ദൈവം നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരത്തിലുള്ള സാധനമല്ല, മതമാണുള്ളത്. അങ്ങനത്തെ ആൾക്കാരെ എതിർക്കാനുള്ള വകുപ്പ് എന്താന്നുള്ളത് ചോദിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ സത്യാവസ്ഥയിൽ ഞാൻ വിളിച്ചത്. മതമാണുള്ളൂ, ദൈവം ഇല്ല. എങ്ങനെ ദൈവമില്ല? അല്ല, ദൈവത്തിന്റെ പേരിലാണല്ലോ ഈ മതം ഉണ്ടായത്. ഉണ്ടാക്കുന്നത് ദൈവത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വാസ്തവത്തിൽ ദൈവമല്ല ഉള്ളത്, മതാണ്. ഇപ്പൊ നമ്മള് പിന്നെ ഈ ദൈവത്തിനെ പല പേരിൽ പറഞ്ഞ് പലതരം ആചാരങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഹിന്ദു മതത്തിൽ. ഞാൻ പറയുന്നത് നമ്മുടെ ഒരു കൺസെപ്റ്റില് ദൈവം എന്ന് പറഞ്ഞ ഏത് പേരിട്ടിട്ടും ഇപ്പൊ ഗണപതി പൂജ അവിടെ നടക്കുന്നുണ്ട് നാളെ മറ്റേ ഏത് പേരിട്ടിട്ട് നമുക്ക് ദൈവത്തിന് എല്ലാവർക്കും നമ്മളെന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഉദ്ദേശിക്കുന്നത് ആയിരിക്കില്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ പറയണത് വിശാലാർത്ഥത്തിൽ പറയുമ്പോ ഇതൊക്കെ വരും. പക്ഷേ ഹിന്ദുമതത്തിൽ ഇപ്പൊ നമ്മൾ ഒരു ഗുരുവായൂരത്തെ കേസ് പറയുന്നത് ശബരിമലത്തെ കേസ് പറയുന്നത് രണ്ട് കഥയാണ്. അതിനകത്ത് ചെല്ലുമ്പോ ശബരിമലത്തെ കേസ് പർട്ടിക്കുലർ ആയിട്ട് എടുത്താല് അതിനകത്ത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കരുത് എന്നുള്ള നിലപാടുണ്ട്. അത് അവിടെ കാര്യം പറയട്ടെ ലിയാഖത്ത് ഭായ്. ഇപ്പോ ഈ ശബരിമലയില് സ്ത്രീകളെ കയറ്റാത്തുള്ള നല്ല കാര്യമില്ല ഞാൻ പറയണത്. ഞാൻ പറയാം, ഇപ്പൊ ഗുരുവായൂരില് സ്ത്രീകൾക്ക് കയറാം. ഇപ്പൊ നിക്കൂ അല്ല, ഹിന്ദുക്കൾക്ക് കയറാൻ പാടില്ല. ശരി, ഓരോ അമ്പലത്തിലും ഞാൻ ഇതല്ല പറയണത്. ഈ ശബരിമലത്തെ കാര്യം പറയാം.
ഇപ്പൊ ഓരോ അമ്പലത്തിലും ഓരോ ആചാര രീതി ഉണ്ട് എന്നുള്ളത് ഓക്കെ അല്ലേ അല്ലേ നമ്മള് ഞാൻ പറഞ്ഞത് അതാണ് ഉണ്ട് അതാണ് വ്യത്യാസം അത് അത് നൂറ്റാണ്ടുകളായിട്ടുള്ള ശരി 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 ഓരോന്നിന്റെയും ഇന്നറിലേക്ക് പോകുമ്പോ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. നിൽക്കൂ കേൾക്കൂ നമുക്കിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇല്ല അതെനിക്കറിയാം, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യണു. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കണം എന്നുള്ളത് ഞാൻ പറയാം. ശബരിമലയിലേക്ക് പോണെങ്കിൽ 41 ദിവസം വ്രതം എടുക്കണം എന്നുള്ളൊരു ആചാര രീതിയാണത്. ആചാര രീതി ഇല്ലാണ്ട് ഒരാൾക്ക് ഒരു അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ സനാതന ധർമ്മം. അങ്ങനെയാണ്. ആചാര രീതി ഇല്ലാണ്ട് ഒരു അമ്പലത്തിൽ പോകാൻ പാടില്ല. അപ്പൊ കുളിക്കാണ്ട് ഒരു അമ്പലത്തിൽ പോകാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഇത്. അപ്പൊ 41 ദിവസം ഒരു സ്ത്രീക്ക് ഒരിക്കലും വ്രതം എടുക്കാൻ പറ്റില്ല. ഒരു അതായത് 10 വയസ്സും 50 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു സ്ത്രീക്ക് ഈ പീരീഡ് ടൈമിൽ അശുദ്ധി തന്നെയാണ് അത്. അല്ല അത് ഇപ്പൊ നമുക്ക് സയന്റിഫിക് ആയിട്ട് പറയാം അശുദ്ധി ഇല്ല എന്ന് പറയാം. പക്ഷെ അവർക്ക് പേഴ്സണലി അവർക്ക് ബുദ്ധിമുട്ടാണ്. അല്ല അന്ധവിശ്വാസം. ഇന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടില്ല. നിക്കൂ പേഴ്സണലി അവർക്ക് ഭയങ്കര അസഹിഷ്ണുതയാണ് ആ ടൈമിൽ. എനിക്കറിയാം എന്റെ മകളും എന്റെ ഭാര്യയും ഇതൊക്കെ അനുഭവിക്കണം, എനിക്കറിയാം. അല്ല ആ ബുദ്ധിമുട്ട് ദൈവത്തിന്റെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യല്ലേ. നിൽക്കൂ, നിങ്ങൾ ശബരിമല പോയിട്ട് നിങ്ങൾ ശബരിമല പോയിട്ടുണ്ടെങ്കിൽ അറിയാം അവിടുത്തെ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം. അവിടുത്തെ തിരക്കിലൊക്കെ ഈ സ്ത്രീ ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അനുഭവിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിലും തൃശ്ശൂർ പൂരത്തിലും ഒക്കെ പ്രശ്നം തന്നെ. അല്ല ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെയൊന്നുമില്ല, അത് ക്യൂ. ശരി 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 ഇനിയിപ്പോ ഞാൻ ഇതിനെന്താ പറയണ്ടേ? ഇതൊക്കെ ഇതെന്താ സംഭവം വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, സെമിറ്റിക് റിലീജിയൻസില് കുറച്ചുകൂടി റിജിഡ് ആയിരിക്കും. അവർക്ക് ഒരു ദൈവം, ഒരു വിശ്വാസം, ഒരു ആചാരം അങ്ങനെ ഉണ്ടാവും. ഹിന്ദു മതത്തിൽ എല്ലാ പാഗൻ റിലീജിയൻസിലും എല്ലാ പാഗൻ ഇപ്പൊ മുഹമ്മദ് ഇസ്ലാം ഉണ്ടാക്കാൻ വരുന്നതിന് തൊട്ട് മുമ്പത്തെ മക്കയില് അറബികൾക്കിടയില് ഇതേപോലത്തെ വിശ്വാസമായിരുന്നു. ഒരൊറ്റ അമ്പലത്തില് ഒരുപാട് വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങനെയായിരുന്നു. അതിനെ ഏകശിലാത്മകമായിട്ടുള്ള ഒരു മതമാക്കി മാറ്റിയിട്ടാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ദുരന്ത മതം ഉണ്ടായത്. അതേ സമയത്ത് ഇന്ത്യയിലും അതിനുവേണ്ട ശ്രമങ്ങൾ നടക്കുന്നില്ലേ? ഒരു ഏകശിലാത്മകമായ ഹിന്ദു മതത്തിന് വേണ്ടി ശ്രമം ഇന്ത്യയിൽ അങ്ങനെ നടക്കുന്നുണ്ടോ? ഇല്ലേ, തീർച്ചയായിട്ടും നടക്കുന്നുണ്ട്. ഉണ്ടെന്നേ ഉണ്ട്. ഒന്ന് പറയൂ. എന്താണ് ഇന്ത്യയില് ജയ് ശ്രീറാമിന്റെ പ്രത്യേകത? എന്താ ജയ് ശ്രീറാം എങ്ങനെയാണ് ആരാ പറഞ്ഞിട്ടുള്ളത്? ഒന്ന് പറയൂ. ആരാ ശ്രീരാമന്റെ പ്രത്യേകത ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ജയ് ശ്രീറാമിന്റെ പ്രത്യേകത ഇന്നത്തെ ശ്രീരാം എന്ന് വിളിക്കണോ? അല്ലാഹു അക്ബർ അവിടെ വിളിക്കണോ? ജീസസ് ക്രിസ്തു ഇവിടെ വിളിക്കണോ? അല്ല ജയ് ശ്രീറാം എന്ന് ആരാ വിളിക്കുന്നത്? ഹിന്ദുക്കൾ വിളിക്കും. അല്ലാഹു അക്ബർ ശ്രീറാം വിളിക്കാൻ നിർബന്ധിക്കുന്ന ചില ആരാ നിർബന്ധിക്കുന്നത്? നിങ്ങൾ കാണുന്നില്ല? നിങ്ങൾ ഈ വീഡിയോ വാർത്തയൊന്നും ഉണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. അതൊക്കെ അടിച്ചമർത്തണം. നമ്മൾ അത് മതപരമായിട്ടുള്ള കാര്യങ്ങളല്ല എന്റെ കുട്ടി. അത് മതപരമായിട്ട് ഒരാളും പറഞ്ഞിട്ടില്ലാത്ത അടിച്ചമർത്തി ജയിലിടണം. ഇങ്ങനെയാണ് ഇസ്ലാം ഉണ്ടായി വന്നത് മക്കയില്. ഇസ്ലാം ഉണ്ടായി വന്നത് ഇങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയരുത്. ഇവിടെ ഇങ്ങനെ പറയണവരെ ജയിലിലടക്കണം. കാരണം ഇവിടെ എല്ലാവർക്കും എല്ലാം ജീവിക്കാന്നുള്ളത് അങ്ങനെ ഇതൊരു പൂർണ്ണാധികാരത്തിലുള്ള ഒരു ഏകശിലാത്മകമായ ദൈവരാഷ്ട്രമാകുന്നത് വരെ മക്കയിലും അങ്ങനെ തന്നെ ആയിരുന്നു. മുഹമ്മദ് നബിയും പിന്നെ അവിടുത്തെ മുശ്രിക്കുകളും ഒരുമിച്ച് ഉംറ ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളും എല്ലാവരും ചേർന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അവർക്ക് രാഷ്ട്രീയാധികാരം കിട്ടിയ ഞാനെന്താ മനസ്സിലാക്കുന്നത്, മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ആള് അവർക്കൊരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത് അവർക്കൊരു അതേ രാഷ്ട്രീയ ലക്ഷ്യത്തിലുള്ള ഒരു ഹിന്ദു രാഷ്ട്ര ലക്ഷ്യത്തിൽ ഒരു ഹിന്ദുമതം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല അതാരാ ശ്രമം നടത്തുന്നത്? ഒന്ന് പറയൂ. അവരായിട്ട് നമ്മള് എനിക്കറിയില്ല. നരേന്ദ്രമോദി അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഞാനൊരു വ്യക്തിനെ കുറിച്ചല്ല, ഐഡിയോളജിയെ കുറിച്ചല്ല. എനിക്ക് അറിയില്ല അങ്ങനെ ഒരാൾ അങ്ങനെ ശ്രമം നടത്തുന്നുണ്ടോന്ന് അറിയില്ല. ഇവിടെ ഞാൻ ഒരാളെ കുറിച്ചല്ല പറഞ്ഞത്, ഞാൻ ഒരു ഐഡിയോളജിയെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ സംസാരിക്കില്ല. അല്ല ഞാൻ പറയാം, ഹിന്ദുത്വ ഐഡിയോളജി ഇവിടെ ഉണ്ട് എന്നാ പറയണത്. അങ്ങനെ ഒരു ഹിന്ദുത്വ ആ ഐഡിയോളജിനെ ഞാൻ വെറുക്കണോ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കണോ അല്ലെങ്കിൽ നമ്മൾ വെറുക്കുന്നു, അത് ശരിയാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ വെറുക്കുന്നു, നമ്മളെല്ലാവരും അതിന്റെ ആൾക്കാരെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ പ്രശ്നം എനിക്കറിയില്ല, എനിക്ക് നേരിട്ട് അറിയണില്ല അങ്ങനത്തെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഉണ്ടോന്നും നമ്മൾ പുറത്തൊക്കെ കാണുന്നില്ലേ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു ഹിന്ദുത്വ ഐഡിയോളജി ഉണ്ട്. അതുകൊണ്ട് അത് വളരെ ശക്തമായിട്ട് പല രീതിയിൽ
ശരി എന്തെങ്കിലും പോട്ടെ, അതിനെ നമ്മുടെ എല്ലാവരും കൂടെ കേരളത്തിൽ ചേർന്ന് എതിർക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ? പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോ എതിർക്കൂല. ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് പോലത്തെ ഒരു ഹിന്ദുമതം ഇവിടെ ഉണ്ടായി വന്നാല് പിന്നെ പിന്നെ ഇസ്ലാമിനെ കുറ്റം പറയാനുള്ള നമ്മൾ എതിർക്കണല്ലോ. ആ അതെ അതല്ലേ പറഞ്ഞത്. ഞാൻ പറയണത് അതന്നെയല്ല. നമ്മളിതാണ് നമ്മൾ ഗുരുവായൂരിൽ ഒരു കാണിച്ചാലും ശബരിമലയിൽ ആ കാണിച്ചാലും അതന്നെ. മക്കയിൽ കാണിച്ചാലും മദീനയിൽ അല്ല കാണിച്ചാലും അത് ഞാൻ മനുഷ്യത്വ പറഞ്ഞത് വിരുദ്ധമായതെല്ലാം ഗുരുവായൂരിൽ മനുഷ്യത്വ വിരുദ്ധമാണ്, ഇത് തെറ്റായതെല്ലാം ഈ തെറ്റല്ല. കുട്ടി കാല് കഴുകിയത് മനുഷ്യത്വ വിരുദ്ധം എന്നല്ല. ആ കുട്ടിക്ക് ബാത്റൂമിൽ കാല് കുട്ടി കഴുകിയ പോലെ കാല് എന്നുള്ളത് കഴുകിയതിനല്ല ചോദിക്കാം. പറഞ്ഞത്. ഒരു കുട്ടി പക്ഷെ കാല് ഒരു കഴുകിയതിന് പുണ്യാഹം നിക്കൂ കളിക്കുന്നൊക്കെ നിക്കൂ ഇന്നത്തെ കാലത്ത് അതൊക്കെ പറയണമെങ്കിൽ പോട്ടെ, അതൊക്കെ അതിന്റെ പോട്ടെ, ടോളറൻസ് അതൊക്കെ ഓരോ വേറെ അമ്പലത്തിൽ ലെവലാണ്. നിൽക്കൂ ലിയാഖത്ത് ഭായി, അത് ഓരോ അമ്പലത്തിലെ ആചാര രീതിയാണ്. അതൊക്കെ അത് അവിടെ വിടും. പക്ഷേ ഒരു മതം മാത്രമാണ് അല്ലെങ്കിൽ ഹിന്ദുത്വം മാത്രം ഇവിടെ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ എതിർക്കണം, അല്ല ശക്തമായിട്ട് അതാ ഞാൻ എതിർക്കണം. പറഞ്ഞപ്പോ ഹിന്ദുമതത്തിന്റെ അതാണ് ടോളറൻസ് എന്ന് എതിർക്കേണ്ടത്. പറയുന്നത് അതിന്റെ അല്ലാതെ ഡീറ്റെയിലിൽ ഒരു എത്തുമ്പോൾ കുട്ടി മാറുന്ന. അവിടെ കാല് കഴുകിയിട്ട് ഒരു അമ്പലത്തിൽ എന്തിനാ ആ കുട്ടി അമ്പലത്തിൽ പോയിട്ട് കാല് കഴുകിയിട്ട് ആ കുട്ടിക്ക് എന്താ ബാത്റൂമിൽ പോയിട്ട് അമ്പലക്കുളത്തിൽ ഒരു കുട്ടി കാല് കഴുകിയ എന്താ പ്രശ്നം? അതെന്തിനാ നിഷിദ്ധം? എന്താ എന്തിനാ പ്രശ്നം? എന്താ നിഷേധിക്കുന്നത്? അതിന്റെ പ്രശ്നം എന്താ? ഈ നിങ്ങൾ പുണ്യാഹം അല്ല, കളിക്കാനുള്ള അതൊരു കാരണം നിഷേധല്ലേ? അതൊരു നിഷേധല്ലേ? അല്ല ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് പള്ളിയിൽ പോയിട്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് സകലത്തിനും ഞാൻ അവിടെ നിഷേധിക്കുന്ന ആളാണ്. നിക്കൂ പള്ളിയിൽ എല്ലാവരും നിസ്കരിക്കുമ്പോ ഞാൻ അതിന്റെ ഇമാമിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ മുണ്ടൊക്കെ വെച്ചിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താ മുണ്ടിച്ച് നിന്നാ ചോദിച്ചാൽ എന്താ അതിന്റെ ഉത്തരം? എന്താ അതേപോലെയാണോ മുണ്ടിച്ച് അത്? അതേപോലെയാണോ ആ അതേപോലെ തന്നെയല്ലേ? ആണോ? അതേപോലെ തന്നെയല്ലേ ഒരു ഈ കുട്ടിക്ക് അവിടെ ഒരുപാട് ഒരാളുടെ ആരാധനക്ക് തടസ്സം നിർത്തുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യുന്നതല്ല. ആ കുളത്തിന്റെ ചുറ്റുവട്ടം മുഴുവൻ എത്ര ലോഡ്ജിന്റെ അല്ലെങ്കിൽ മറ്റേ ഒരു പൈസയും കൊടുക്കാത്തുള്ള ഇതുണ്ട്, ടോയ്ലറ്റുകളും അതൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് കാല് കഴുകിയ പോരെ? ആ അത്ര പോരെ? മതി. പക്ഷെ ഒരു കുട്ടി കാല് കഴുകി, അതിന് പുണ്യം കഴുകിയോണ്ട് സംഭവം. ആ അതാണ് എന്താ ഈ ആചാര പുണ്യം? രീതികള്. നൂറ്റാണ്ടുകൾ മുന്നേ മുതലുള്ള ആചാര രീതികൾ അത് തുടർന്ന് പോയിക്കോട്ടെ. ഇപ്പൊ പള്ളികള് അത് എല്ലാം നൂറ്റാണ്ടുകൾ മുന്നുള്ള ആചാര രീതികള്. ഇത് ഞാൻ എന്തറിയോ, ഞാൻ മതത്തിനെ കുറിച്ചല്ല ഗുരുവായൂർ അമ്പലക്കുളത്തിൽ ഇറങ്ങുന്നതിന് ഒരു റീൽസ് ആയിട്ട് ഞാൻ ആ റീല് കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് ഈ മീഡിയകളിൽ വരുന്ന വാർത്തയാണ്. ആ കുളത്തിൽ ഇറങ്ങുന്നു, ആ കുളത്തിൽ കാല് കഴുകുന്നു, ആ കുളത്തിലെ വെള്ളം എടുത്ത് കൈക്കുമ്പിളിലാക്കുന്നു. ഇതൊക്കെയാണല്ലോ ഇപ്പൊ സാധാരണ നമ്മളൊരു കുളത്തിൽ ഇറങ്ങിയ ചെയ്യാം. ഇതിനൊരു റീൽസ് എടുക്കുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്താണ് വാസ്തവത്തിൽ ഈ പുണ്യാഹം എന്ന് പറഞ്ഞാൽ? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കുഴപ്പമില്ല. ഈ നമ്മള് ഇത്രയും ശക്തനായ ദൈവത്തിനെ നമ്മൾ വേണോ ശുദ്ധാക്കാൻ? വേണ്ടല്ലോ. ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ പ്രശ്നം പറഞ്ഞത് അതല്ല ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് ഞാൻ പറയണ കേൾക്കൂ. ദൈവത്തിനെ നമ്മൾ ശുദ്ധാക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ അശുദ്ധാക്കുവോ? നമുക്ക് അശുദ്ധാക്കാൻ പറ്റുമോ ഒരു ദൈവത്തിനെ? വലിയ പരമശക്തനാണ് ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് അശുദ്ധാക്കാൻ പറ്റുമോ? നമുക്ക് ശുദ്ധാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരു കുട്ടി കാല് കഴുകി അശുദ്ധാക്കി പറഞ്ഞാൽ നമുക്ക് ശുദ്ധാക്കാൻ പറ്റില്ലല്ലോ. ഇത് ആചാര രീതി മനുഷ്യരുടെ അത് അങ്ങനെ പോയിക്കോട്ടെ. ഈ ആചാര രീതിയിലുള്ള ഞാൻ ചോദിക്കണത് ഇത് സാമൂഹികമായിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? എന്താണ് ദോഷം? ഇതൊരു മനുഷ്യനോടുള്ള ആ മനുഷ്യത്തിക്ക് ജീവിക്കാനുള്ള മാർഗത്തിനെതിരാണോ അത്? അല്ലെങ്കിൽ എന്തിനാണ് ആ മനുഷ്യത്തി അവിടെ പോയത് ഗുരുവായൂരില്? മുസ്ലിം അല്ല. ഇതേ ചോദ്യം മുസ്ലിങ്ങൾക്ക് മക്കയിലെ കുറിച്ച് ചോദിക്കുമ്പോ ചോദിച്ചൂടെ? ഒരു ഹിന്ദുവും ചോദിച്ചിട്ടില്ല, ഒരു ക്രിസ്ത്യാനും ചോദിച്ചിട്ടില്ല. എന്താ ഞങ്ങൾ അവിടെ പോയിട്ട്? ഞാൻ പറഞ്ഞത് മതങ്ങൾ തമ്മിൽ ഈ കാര്യത്തിൽ അഭിപ്രായ ഐക്യമുണ്ട്. ഇപ്പൊ ഇവിടെ ശബരിമല കേസിൽ അവിടുത്തെ ആചാരം സംരക്ഷിക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ ഇസ്ലാം മതത്തിന്റെ താല്പര്യം. മതങ്ങൾ തമ്മിൽ കൊണ്ടും കൊടുത്തൊക്കെ പോകും. എല്ലാവർക്കും അവരവരുടെ മതങ്ങളിൽ നമ്മൾ അനുഷ്ഠിക്കുക, അത്രേ ഉള്ളൂ. ആ കുട്ടിക്ക് വേണമെങ്കിൽ അവിടെ ശബരിമല പോയിട്ട് പമ്പാ കുളത്തിൽ കൂട്ട് മുങ്ങ് നീരാട്, എന്നിട്ട് ശബരിമല അയ്യപ്പനെ തൊഴി, എന്ത് വേണമെങ്കിലും ചെയ്യാലോ. അത്ര ഭക്തി ഉണ്ടെങ്കിൽ ചെയ്യാലോ. എന്തിനപ്പോ ഈ ഗുരുവായൂരപ്പനെ പോയിട്ട് കാണുന്നത്? ഞാൻ പറഞ്ഞ എന്തിനപ്പോ ഈ ഗുരുവായൂരപ്പനെ പോയിട്ട് കാണുന്നത്? ശബരിമല അയ്യപ്പനെ പോയിട്ട് കണ്ടോട്ടെ. പമ്പയിന്ന് 6 കിലോമീറ്റർ നടക്കണം, മല കയറണം. അപ്പൊ ആ ബുദ്ധിമുട്ട് ഓർത്തിട്ടായിരിക്കണം പോകാൻ പറ്റില്ലല്ലോ. പോകാൻ പറ്റില്ല. അപ്പൊ അടുത്തുള്ള രാമംകുളോ അല്ലെ വെള്ളംകുളോ, ഞങ്ങളുടെ അടുത്ത് രാമംകുളം ഉണ്ട്. അവിടെ ഇടയിൽ പോയിട്ടൊക്കെ മുങ്ങി നീരാടിച്ച് ഒരു ഫോട്ടോ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെറുതും വലുതും വരകൾ വരച്ച് കളിക്കാം എന്നുള്ളതല്ലാതെ എല്ലാ മതങ്ങളും അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് ഇറങ്ങുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. അതിനെ പൊളിറ്റിസൈസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. ഓൾറെഡി പൊളിറ്റിക്സ് നമുക്ക് എന്റെ കോൺസെപ്റ്റ് എന്താ അറിയോ? ഇപ്പൊ നമ്മൾ ചെറിയ വരയും വലിയ വരയും വരയ്ക്കല്ല.
സമൂഹത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കൂ. സമൂഹത്തിന് എല്ലാത്തിലും ദോഷമുണ്ട്. ഇപ്പൊ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടും സമൂഹത്തിന് ദോഷമുണ്ട്. അതിനകത്തുള്ള വിവേചനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഹിന്ദു മതത്തില് ജാതീയമായിട്ടുള്ള ഒരു നീചത്വങ്ങൾ ഹിന്ദു മതത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ആചരിക്കപ്പെട്ടു. ഉണ്ടായിരുന്നു പറയാൻ പറ്റൂ. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. അത് കല്യാണത്തിലൊന്നുമല്ല. മനുഷ്യരുടെ മനസ്സിലുണ്ട്. പല അമ്പലങ്ങളിലും ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എന്റെ മനസ്സിലില്ല. അപ്പൊ നിങ്ങളുടെ മറ്റുള്ള ആൾക്കാരുടെ മനസ്സിലുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാം? ഒരു ഉദാഹരണം പറയൂ. ആരുടെ മനസ്സിലുള്ളത്? ഇപ്പൊ ഈ അടുത്ത് ഈ ദേവസ്വം ബോർഡിലാണോ ഇനി ഏതോ ഒരു അമ്പലത്തില് പൂജാരിയായിട്ടുള്ള ഒരു താഴ്ന്ന ജാതിക്കാരനെതിരെ ആൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ആചാര രീതി, അനുഷ്ഠാനങ്ങൾ. എന്താ ആചാര രീതി? മനുഷ്യരുടെ ജാതി നോക്കിയിട്ട് എന്താ ആചാരം ഉള്ളത്? പൂജ ചെയ്യുന്നവന്റെ ജാതി നോക്കണം എന്ന് പറയുന്നത് ആചാരാണോ? അത് അനാചാരാണോ? ഞാൻ പറയണത് എന്താ നിങ്ങൾക്ക് പൂജ ചെയ്യുന്നവന്റെ ജാതി നോക്കുന്ന ദൈവം ഉണ്ടാവും. ശരി, ഞാൻ നായരാണ്. എനിക്ക് ശരിക്കും അമ്പലത്തില് ഉള്ളിൽ ശ്രീകോവിലിൽ പോയിട്ട് പൂജിക്കാനുള്ള അർഹത ഇല്ല എന്നുള്ളതാണ് ശരിക്കും കൺസെപ്റ്റ്. അങ്ങനെ ഞാൻ എന്തിനാണ് ശ്രമിക്കണം? അല്ല, എന്തിനാണ് ശ്രമിക്കണം? ശരി, നിൽക്കൂ. നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് അവിടെ ചെയ്താൽ അല്ല, ഇത് ആചാരം. എന്ത് ദുരാചാരം? ജാതി വ്യവസ്ഥ ആചാരമാണ്. എന്തിന് ജാതി? നമ്മൾ നിങ്ങളുടെ നിങ്ങളുടെ മറ്റുള്ള കൺസെപ്റ്റ് ഇതായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് സോഷ്യലായിട്ട് നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അമ്പലത്തിലെ കാര്യം വിടൂ. സോഷ്യലായിട്ട് നമുക്ക് ജാതി വ്യവസ്ഥ ജാതി വ്യവസ്ഥ ആണ്. പക്ഷെ എന്താണ് ഇന്നത്തെ കാലഘട്ടം? നമ്മുടെ നാട്ടിലുണ്ട്. ഒരു മിനിറ്റ് കേൾക്കൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതിയായിട്ട് എവിടെ പ്രശ്നമുള്ളത്? എല്ലായിടത്തും പ്രശ്നമുണ്ട്. എവിടെ പ്രശ്നമുള്ളത് ഒന്ന് പറയൂ. ഒരു ഉദാഹരണം പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങൾക്ക് പൂജ ചെയ്യാൻ പറ്റില്ലെന്ന്. അത് അമ്പലത്തിലെ കാര്യമല്ല ഞാൻ പറയണത്. സോഷ്യലായിട്ട് നമുക്ക് ജാതി എന്തിന്? ഞാൻ അവിടെ പോണില്ല. വേറെ നമുക്ക് ജീവിക്കാനുള്ള മാർഗത്തിന്റെ കാര്യം പറയണത്. എന്താ പ്രശ്നം? അത് നിങ്ങള് ഉത്തരം വിട്ടിപ്പോ വേറെ ജാതി വ്യവസ്ഥക്ക് എന്താ പ്രശ്നം? അപ്പൊ നിങ്ങള് വേണ്ട. ശരി, അത് ആചാരം, അനുഷ്ഠാനങ്ങൾ അതേപോലെ തുടർന്നോട്ടെ. നോക്കൂ, നിങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റാത്തത് ജാതി ശ്രേണിയിൽ നിങ്ങൾ ശൂദ്രനായതുകൊണ്ടല്ലേ? ശൂദ്രനല്ല, നമ്മൾ ക്ഷത്രിയ എന്നാ പറയാ. എങ്ങനെ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്ര അങ്ങനെയാണ് പോണത്. അല്ല, ഈ നായന്മാരങ്ങ് ക്ഷത്രിയന്മാരാണ്. പിന്നെ ക്ഷത്രിയനല്ലേ നായരും? ശൂദ്രൻ അത് പോട്ടെ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ. ക്ഷത്രിയന്മാരാണ്, എനിക്കറിയില്ല. എനിക്ക് ജാതിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. നിങ്ങളിപ്പോ നമ്പൂരി ആണെങ്കിൽ എങ്ങനെ അമ്പലത്തിൽ കയറാൻ പറ്റും, നായർക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ജാതി വിവേചനമാണ്. വർണ്ണങ്ങളില്ലാത്ത മനുഷ്യർ, അവർണർ എന്നൊരു വിഭാഗല്ലേ? ഈ ജാതി ശ്രേണിയിൽ പെടാത്ത അവർണരില്ലേ? ഇതൊക്കെ പണ്ട് പറഞ്ഞ കാര്യങ്ങളല്ലേ? പണ്ട് പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ ജാതി നായർ എന്നുണ്ട് ഇപ്പോഴും നിങ്ങളതാ പറയണേ. അങ്ങനെ പണ്ട് നിങ്ങൾ എന്നാ പരിചയപ്പെടുത്താനും ഞാൻ നായരാണെന്നുണ്ട്. അതിപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? മനസ്സിൽ അങ്ങനെയല്ല, ഞാൻ എന്നെ ഐഡന്റിഫൈ ചെയ്തതാണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഐഡന്റിറ്റി ഒരു ഇനിയിപ്പോ ഞാൻ എന്താ പറയുന്നത്, ഞാനൊരു മാപ്പിളയാണ് അല്ലെങ്കിൽ ഞാനൊരു നസ്രാണിയെന്ന് പറയാം. നിങ്ങളൊരു നായരാണെന്ന് വിചാരിക്കുന്നു, അതൊരു പ്രശ്നം തന്നെയാണേ. എന്തിനാ പ്രശ്നമാക്കണത്? ഞാൻ അങ്ങനെ ഉള്ളിൽ വിചാരിക്കുന്നു. നിങ്ങളല്ലേ വിചാരിക്കുന്നത്? സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതൊക്കെ വേറെ. ജാതി വ്യവസ്ഥ എന്ന് പറയുന്നതിനെ എൻഡോസ് ചെയ്ത ഒരു മതം ആണ് ഹിന്ദുമതം എന്ന് നമ്മളിപ്പോ പറയുന്ന ഹിന്ദുമതം ആണ്. ജാതി വ്യവസ്ഥ അങ്ങേയറ്റം നീചമായ, മനുഷ്യത്വ വിരുദ്ധമായ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ജാതി വ്യവസ്ഥ ഇല്ല. ഇന്ന് ജാതി വ്യവസ്ഥ ഇല്ലാത്തത് എവിടെയാണ്? എവിടെയാണ് ഇല്ലാത്തത്? എവിടെയാ? കല്യാണത്തിൽ മാത്രമാണ്. ഇപ്പൊ നായര് മേനോനെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള അത് മാത്രമേ ഉണ്ടാവുള്ളൂ. കല്യാണത്തിന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഏത് സമൂഹ കല്യാണത്തിൽ ജാതി ഉണ്ട്. അപ്പൊ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ ജീവിതമല്ലേ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യ ജീവിതങ്ങൾ പ്രധാനപ്പെട്ട ചടങ്ങല്ലേ കല്യാണം?
ഒരു അതില് മിനിറ്റ്. ജാതി നോക്കും, അതില് മാത്രമേ ഉള്ളൂ എന്ന് എന്നിട്ട് പറഞ്ഞാൽ പിന്നെ അവിടെ പറഞ്ഞേ, വേണ്ടത്. എന്റെ മോള് നായരാണ്, നായർകുട്ടിയാണ്, +2 പഠിക്കുകയാണ്. അവളൊരു പച്ച ജാതി, ഞാൻ ഇത് പറയല്ല, ഒരു ദളിതിനെ പ്രേമിച്ച് കല്യാണം കഴിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ എതിർക്കില്ല. അവൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കുള്ളൂ. പക്ഷെ ജാതി ഒന്നും നോക്കില്ല. അത് എതിർക്കാനുള്ള സ്വാതന്ത്ര്യം മതപരമായിട്ട് നിങ്ങൾക്കില്ലേ? ഇല്ല. എന്താ ജാതിക്ക് ഈ നമ്മുടെ നാട്ടിലൊക്കെ ഒന്നുമില്ല, ആരും പറയില്ല. കല്യാണം കഴിക്കുന്നതിന്റെ പുകിലൊക്കെ നമ്മളെ നാട്ടില് ജാതി ഉണ്ടോന്ന് അറിയാന് ഇപ്പൊ ആളുകളുടെ മനസ്സിൽ ജാതി ഉണ്ടോന്ന് അറിയാന് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് എവിടെയാണ്? അത് ഇസ്ലാം മതത്തിലുണ്ട്, ക്രിസ്ത്യൻ മതത്തിലുണ്ട്. പക്ഷെ ഹിന്ദു മതത്തിൽ അങ്ങനല്ലേ, മനുഷ്യരുടെ മനസ്സിലുണ്ടോന്ന് അറിയാന് നിങ്ങൾ എല്ലാ ദിവസം പത്രം, ഈ വിവാഹ പരസ്യം തന്നെ ഞായറാഴ്ച തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊക്കെ ഉണ്ട്. കുറെ ആൾക്കാർ നോക്കിയാ മതി. അതാണ്, ഓരോ ആൾക്കാർ ഒരേപോലെ അല്ലേ. നമ്മളെന്താ അവർക്ക് നോക്കണത്? അതെ അതെ. നമ്മള് നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് യോജിക്കാവുന്നതും വിയോജിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മള് എന്താ പറയാ, ഓരോ ഇതിന്ന് മാറിപ്പോയി, നമ്മൾ ചിന്താഗതികളൊക്കെ മാറിപ്പോയി. ഞാൻ പറഞ്ഞു വന്ന ഇപ്പൊ ഹിന്ദു മതത്തിൽ ഇപ്പൊ നിങ്ങളൊരു നായരായിട്ട് നിങ്ങളുടെ മകളെ നിങ്ങൾ വേറൊരു ജാതി, താഴ്ന്ന ജാതിയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കും. എനിക്കൊരു ഒരു മിനിറ്റ്, അങ്ങനെ തന്നെ ജാതി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അതാണ് പ്രശ്നം. മനസ്സിലായോ? ഇത് നമുക്ക് കുട്ടി, നമ്മള് മനുഷ്യനല്ലേ, നമ്മള് ജാതി വ്യവസ്ഥയിൽ ജീവിച്ചു പോയില്ലേ? നിങ്ങളും ജാതി വ്യവസ്ഥയിൽ ജീവിച്ചു പോയി, നിങ്ങൾ അതിന്റെ ഇടയിൽ മാറിപ്പോയി. പക്ഷെ നമ്മൾ ജീവിച്ചു പോവാണ് അതൊക്കെ, അല്ലേ? നമ്മുടെ തെറ്റല്ലല്ലോ അത്. ഒന്നും നമ്മളെ തെറ്റല്ലല്ലോ, ഒന്നും നമ്മുടെ തെറ്റല്ല. പക്ഷെ തിരുത്തേണ്ടത് നമ്മളാണ്. നിങ്ങൾ നായരായിട്ട് ജനിച്ചത് നിങ്ങളെ കുറ്റമല്ലെങ്കിലും നായരായിട്ട് മരിക്കുന്നത് നിങ്ങളെ കുറ്റമായിരിക്കും. അങ്ങനെയൊന്നുമില്ല, ഞാൻ മനുഷ്യനായിട്ട് ജനിച്ച് മനുഷ്യനായിട്ട് മരിക്കുന്ന ആളാണ്. പിന്നെ അല്ല, ഞാൻ എന്റെ കൺസെപ്റ്റ് നമ്മൾ മാറിപ്പോയി. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ആദ്യം അയ്യോ അത് മാറിപ്പോയി. പക്ഷെ ഇത്ര നേരം നമ്മൾ വേറെന്തൊക്കെയോ സംസാരിച്ചു പോയി, ജാതിയെ പറ്റി. പക്ഷെ ജാതിയെ പറ്റി ഇത്ര നേരം സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ നന്നായിട്ട് സംസാരിക്കേണ്ട കാര്യം. ഇനി സംസാരിക്കണ്ട, കാരണം എനിക്ക് ഇഷ്ടംപോലെ നമ്മൾ തമ്മിൽ വേണമെന്നില്ല. പക്ഷെ ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയിൽ ജാതി ഒരു വല്ലാത്തൊരു ഒരുപാട് വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദളിതരെ കല്യാണം കഴിച്ചതിന് എന്താ ഇതിന് ആദർശ കൊല എന്തൊക്കെയാണ് കേൾക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ. അത് നമ്മളതിലൊന്നും ഇടപെടണില്ല, നമ്മൾക്ക് അതിന്റെ ഒന്നും ആവശ്യം. നമ്മളതിൽ കേട്ടാ നമുക്ക് നമ്മളെ ഇന്ത്യയിൽ ഇപ്പോഴും ജാതീയമായി മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാനും തീണ്ടാനും പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഇപ്പോഴുണ്ട്, ഇന്ത്യയിലുണ്ട്. സ്കൂളുകളിൽ വിവേചനം നേരിടുന്നു. കേരളത്തിലെ ഹിന്ദുമതം തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കേരളത്തിൽ ഇസ്ലാമും ഇല്ല മര്യാദക്ക്. കേരളത്തിലെ മനുഷ്യരെ നോക്കിയിട്ട് നമ്മൾ മൊത്തത്തിൽ വിലയിരുത്താൻ പാടില്ല. കേരളം കുറച്ചുകൂടിയൊക്കെ ഒരു പുരോഗമിച്ച ഒരു സാമൂഹ്യ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. അതാണ് നമ്മുടെ അഹങ്കാരം. അത് കേരളത്തിന്റെ പ്രത്യേകതയാണ്, മലയാളികളുടെ പ്രത്യേകതയാണ്. പക്ഷെ ഇവിടെ ഒറ്റപ്പെട്ട പുഴുക്കള് ഇല്ല, ഒറ്റപ്പെട്ട പുഴുക്കളില്ലേ ഇവിടെ? ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇവിടെ ഒറ്റപ്പെട്ട പുഴുക്കളാണെങ്കിൽ നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് പോയാൽ ഈ ജാതി പുഴുക്കളുടെ എന്താ പറയാ ഏറ്റവും മലിനമായിട്ടുള്ള ജാതി പുഴുക്കളാണ്. അതൊക്കെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ് അറിയാം. പിന്നെ അതൊക്കെ നമുക്ക് ഇവിടെ നമ്മളെ ശ്രമം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എല്ലാത്തിനും മേലെ മനുഷ്യത്വം സ്ഥാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് ഇസ്ലാം ആയതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ ശരി, എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാ, ഇങ്ങനെ നിങ്ങള് ഇങ്ങനെ വിമർശനം, അപ്പൊ ഞാൻ ഇനിയിപ്പോ പറയണത് ശരിയാണെന്ന് എനിക്കറിയില്ല, പറയണോ? പറഞ്ഞോളൂ. അല്ല, വിമർശനം ഓക്കെ. പക്ഷെ ഇങ്ങനെ നിങ്ങൾ വിമർശിക്കുമ്പോ ഇപ്പോ ഈ മതപരമായിട്ടല്ലേ വിമർശിക്കണം. അപ്പൊ നമ്മുടെ കൂട്ടുകാർ ഒരുപാട്, എനിക്ക് എന്റെ കൂട്ടുകാർ മുഴുവൻ അധികം ഈ മുസ്ലിം കൂട്ടുകാരുണ്ട്. അപ്പൊ അവർക്കൊരു ജാള്യത ഉണ്ടാവില്ല ഇതൊക്കെ കേൾക്കണു കാണണു എന്നൊക്കെ പറയുമ്പോ. തള്ളി പറയണം. ഇപ്പൊ മതത്തിലുള്ള ന്യൂനതകൾ ഇപ്പൊ നിങ്ങൾ ഈ ജാതി നിങ്ങൾ തള്ളി പറയുന്നില്ലേ, അതേപോലെ ഇസ്ലാം മതത്തിലുള്ള ന്യൂനതകൾ അവർ തള്ളി പറയട്ടെ. ന്യൂനതകൾ ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യുകയും ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അംഗീകരിക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണ് എല്ലാ മനുഷ്യരും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ വിമർശനം പോസിറ്റീവായിട്ടല്ലേ വരിക? അല്ല, വിമർശനം പോസിറ്റീവാണെന്ന് അവർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. ഈ വിമർശനങ്ങൾ പോസിറ്റീവാണെന്ന് അവർക്ക് അറിയാം. പക്ഷെ ഇതിങ്ങനെ അടിക്കടി കേൾച്ചു. ഇപ്പൊ ഈ അപ്പോഴേ മാറ്റണ്ടാവുള്ളൂ. നമ്മളെ നാട്ടിൽ ജാതി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടില് ജാതിക്കെതിരെ ഭയങ്കരമായിട്ട് പോരാട്ടങ്ങൾ നടന്നില്ലേ? ഇപ്പൊ നമ്മളെ നാട്ടില് കേരളം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ജാതിയുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടത്.
അതിവിടെ നാട്ടില് നിരന്തരമായിട്ട് അതിനെതിരെയുള്ള സമരങ്ങളും പ്രശ്നങ്ങളും ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുണ്ടല്ലേ? പണ്ട് ഏറ്റവും ജാതി വ്യവസ്ഥ കേരളത്തിലുണ്ടായിരുന്ന വിവേകാനന്ദ ഇവിടെ വന്നിട്ട് ഇത് ഭ്രാന്താലയം എന്ന് അതായത് ജാതി വ്യവസ്ഥയിൽ മാറിപ്പോയതൊന്നല്ല കേരളത്തിലെ ജാതി വ്യവസ്ഥ. അല്ല പറയാ അങ്ങനെ ഒരുപാട് മനുഷ്യർ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇസ്ലാമില് നമ്മൾ എല്ലാ കാര്യത്തിലും വിമർശനങ്ങൾ ഉണ്ടാവും. രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കത്തില്ലേ? പക്ഷെ എന്തറിയോ എനിക്ക് മറ്റുള്ള നമ്മുടെ ആൾക്കാരൊക്കെ വിഷമിപ്പിക്കാൻ അവര് വിഷമിക്കുന്ന ചെറിയ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവില്ല. അതൊക്കെ വിമർശനം എപ്പോഴും സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ്. അപ്പൊ അതിനെ സഹിഷ്ണുതയോടെ കാണാൻ, പോസിറ്റീവായിട്ട് കാണാം. അപ്പൊ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. ശരിയാണ്, പോസിറ്റീവ് ആണെന്ന് ഇവർക്കൊക്കെ അറിയാം. പക്ഷെ അതിനങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. വേറെ മാർഗമൊന്നുമില്ല. ആയിക്കോട്ടെ. ഓക്കെ.